ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. സ്റ്റഡി അബ്രോഡിൻ്റെ ടൈമൊക്കെ ആവുന്നു. അപ്പം എല്ലാവരും യൂണിവേഴ്സിറ്റിയും കോളേജും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരക്കിലായിരിക്കും അല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിശ്ചയിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പഠിക്കാൻ വേണ്ടി പോവുകയാണോ, റിസർച്ച് ആണോ ഉദ്ദേശം, അതല്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ആണോ ഉദ്ദേശം, അതല്ല നിങ്ങൾക്ക് വേറെ രാജ്യത്തോട്ട് പോകാനാണോ ഉദ്ദേശം, അതുമല്ല നിങ്ങൾ ഈ പോകുന്ന രാജ്യത്ത് PR ആയിട്ട് താമസിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം. അങ്ങനെയുള്ളൊരു ഗോൾ എന്താണുള്ളൂ കറക്റ്റായിട്ട് അറിയാം. കറക്റ്റായിട്ട് നിങ്ങൾ തീരുമാനിച്ച ശേഷമാണ് നിങ്ങൾക്ക് പിന്നെ യൂണിവേഴ്സിറ്റി ആണോ കോളേജ് ആണോ ഏറ്റവും നല്ലതെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ കുറച്ച് ഈസിയാവും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ റിസർച്ചിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിസർച്ചിലോട്ട് കടക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം, ഏത് കോളേജ് ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു ഫൈനൽ സ്റ്റെപ്പിലോട്ടൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അലൂമിനിയസിനോട് സംസാരിക്കണം. അവിടെ മുൻപ് പഠിച്ച കുട്ടികളോട് തീർച്ചയായിട്ടും സംസാരിച്ചാൽ മാത്രമേ നമുക്കൊരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ പോർട്ടൽസ് ഉണ്ട്. അതിലൊന്നാണ് GD കണക്ട് എന്ന് പറയുന്നത്. GD കണക്ട് ഫ്രീ ആയിട്ടാണ് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരുടെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾ പഠിക്കുന്ന രാജ്യം എന്താണ്, നിങ്ങൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി, അതൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അലൂമിനീസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വരും. എന്നിട്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. ഇത് ഫ്രീ സർവീസാണ്. അപ്പോൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ധാരണ എത്തും, എങ്ങനെയുണ്ടാവും ആ രാജ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ എത്തും. അപ്പം ആ ഒരു ധാരണ എത്തിയിട്ട് മാത്രമേ നിങ്ങൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാൻ പാടുള്ളൂ. അപ്പം GD കണക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് രാജ്യം തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ആവേശത്തിന് പുറത്ത് ഇറ്റ്സ് ഓക്കെ, എല്ലാവരും താമസിക്കുന്നുണ്ട്, സിവിയർ ക്ലൈമറ്റിൽ പോയി താമസിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ എല്ലാവർക്കും ഈ പറയുന്ന സിവിയർ ക്ലൈമറ്റ് പറ്റണമെന്നില്ല. തണുപ്പ് എന്നുള്ളതിൻ്റെ മാത്രമല്ല, പിന്നെ ആ സമയത്ത് സീസണൽ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ തണുപ്പ് പറ്റാത്ത ഒരാളാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ശരീര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു രാജ്യം ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം UAE ആണെങ്കിലും ഇഷ്ടംപോലെ നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. UAE എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുന്ന് നല്ല അടുത്താണ്. അപ്പം നമുക്ക് ഈ ഒരു ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ആക്കി കിട്ടും. അതുപോലെ തന്നെ ലാംഗ്വേജ് ഭയങ്കര മസ്റ്റാണ്. ലാംഗ്വേജ് നമ്മൾ തുടക്കത്തിൽ വിചാരിക്കും ഇറ്റ്സ് ഓക്കെ, അതും കുഴപ്പമില്ല, ഞാൻ പഠിച്ചെടുക്കും എന്നൊക്കെ. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് പ്രയാസമായിട്ട് വരും. പ്രത്യേകിച്ചും പാർട്ട് ടൈം പോലുള്ള കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്കും ഈ ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് മാറും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ ഏഷ്യൻസ് അല്ലെങ്കിൽ പൊതുവെ നമ്മൾ മലയാളികൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ചൂസ് ചെയ്തായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. കാരണം നമ്മളുടെ ഇംഗ്ലീഷ് ഭയങ്കര നല്ലതാണ്. അപ്പം അത് ഇംഗ്ലീഷ് നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ രാജ്യം നോക്കി, പിന്നെ നിങ്ങൾ ഈ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ട്യൂഷൻ ഫീസ്, അവരെത്രമാത്രം സ്കോളർഷിപ്പ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് അവർ തോന്നിയ പോലെയൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് IELTSൻ്റെ സ്കോർ കൂടിക്കഴിഞ്ഞാൽ അവർ തരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. ഇപ്പം നല്ല ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. ഷെവേനിങ് പോലൊക്കെയുള്ള സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ട്യൂഷൻ ഫീസ് ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം അവിടെ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ജർമ്മനിയിൽ ട്യൂഷൻ ഫീസ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇത് നോക്കണം. അപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി തീരുമാനിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി വേണോ അല്ലെങ്കിൽ കോളേജ് വേണോ എന്നുള്ള ഒരു ഘട്ടത്തിലോട്ട് എത്തേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അത്യാവശ്യം ഫീസ് കൂടുതലാണ്, പക്ഷേ അത് നമ്മൾ കോളേജിന് അത്ര ഫീസില്ല. അതല്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി തന്നെ വേണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ UK പോലുള്ള സ്ഥലങ്ങൾ നോക്കാവുന്നതാണ്. കാരണം UK 1 ഇയർ ആണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട് UK മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന്. അപ്പം ഈ ഒരു ഫിനാൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ്. ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ
ഒരു കൾച്ചർ ഇപ്പം നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു കൾച്ചറാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഫിൻലാൻഡ് പോലുള്ള സ്ഥലങ്ങളൊക്കെ പിന്നെ ഭയങ്കര ഫുൾ ടൈം മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഫിനിഷ് ഭാഷയാണ്. അപ്പോൾ ഫിനിഷുകാർ പൊതുവേ ഫിൻലാൻഡുകാർ പൊതുവേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൾച്ചറുമായിട്ട് സിങ്ക് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതിന് ഈ പറയുന്ന അലുമിനിയായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ഏത് രാജ്യം സെലക്ട് ചെയ്താലും അവിടെ ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ്, നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, പിന്നെ എത്ര അവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊരു വ്യക്തമായിട്ടൊരു ധാരണ വേണം. പിന്നെ അതുപോലെ തന്നെ വർക്ക് ലോഡ്, ചില യൂണിവേഴ്സിറ്റികൾക്കൊക്കെ കുഴപ്പമില്ല, വലിയ ലോഡില്ല. പക്ഷെ ചിലത് ഭയങ്കരമായിട്ടുള്ള വർക്ക് ലോഡ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ QRS റാങ്കിങ്, QRS റാങ്കിങ് വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ചില സ്റ്റുഡൻസ് ഉണ്ടാവും എനിക്ക് ബെസ്റ്റ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുള്ള. അപ്പം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴത്തേക്കും QRS റാങ്കിങ് നോക്കണം. പിന്നെ അതുപോലെ ഇപ്പോൾ കാനഡയിലാണെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സ്ഥലം, ഓപ്റ്റ് ചെയ്യുന്ന കോളേജ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവർക്കൊരു DLI നമ്പർ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഈ DLI നമ്പറുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്ക് മാത്രമേ ഈ പറയുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ ഉള്ളതിനൊന്നും അത് കിട്ടാനുള്ള ഒരു അഫിലിയേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾ ഒരു അബ്രോഡ് സ്റ്റഡി നോക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ ബൈ.